യുഎഇയിലെ വിവിധ വിമാനത്താവളങ്ങളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സമയത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ശനിയാഴ്ചയും ഞായറാഴ്ചയൊക്കെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ റെക്കോർഡ് യാത്രക്കാരാണ് കടന്നുപോയത്. വലിയ തിരക്കിന്റെ സമയമാണ്. ഈ ഘട്ടത്തിൽ എമിറേറ്റ്സ് യാത്രാ വിമാന കമ്പനി യാത്രക്കാർക്ക് പ്രധാനപ്പെട്ട ചില മുന്നറിയിപ്പുകൾ നൽകുന്നത് ഇന്ന് തികച്ചു ലോക്കലിൽ ആദ്യം പറയാം. യാത്രക്കാർ പാസ്പോർട്ടുകൾ, വിസകൾ, എമിറേറ്റ്സ് ID വിശദാംശങ്ങൾ എന്നിവ സാധുതയുള്ളതാണെന്ന് ഉറപ്പാക്കണം. എമിഗ്രേഷൻ കൗണ്ടറുകളിലെ കാലതാമസം ഒഴിവാക്കാൻ എളുപ്പത്തിൽ ലഭ്യമാകുന്നതാണെന്നും ഉറപ്പാക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ വിമാനത്താവളത്തിൽ നിന്ന് താമസ സ്ഥലത്തിലേക്ക് മടങ്ങാൻ യാത്രക്കാർ മുൻകൂട്ടി ബുക്ക് ചെയ്യുകയോ സാധ്യമാകുന്നിടത്തെല്ലാം പൊതുഗതാഗത സംവിധാനം ഉപയോഗിക്കണമെന്നതടക്കമുള്ള മാർഗനിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത്. ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരക്കിലൂടെയാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയത്. ശനിയാഴ്ച 3.24 ലക്ഷവും ഞായറാഴ്ച 3.22 ലക്ഷം ആളുകളും ഈ വിമാനത്താവളം ഉപയോഗിച്ചു. ശൈത്യകാല അവധി കഴിഞ്ഞ്, പ്രത്യേകിച്ച് ക്രിസ്മസ് പുതുവത്സര അവധി കഴിഞ്ഞ് ആളുകൾ തിരിച്ചെത്തുന്നു. സ്കൂൾ അവധി പ്രമാണിച്ച് നാട്ടിൽ പോയവർ തിരിച്ചെത്തുന്നു. ട്രാൻസിറ്റ് യാത്രക്കാരുടെ എണ്ണം കൂടുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒന്നിച്ചു ചേരുമ്പോൾ അഭൂതപൂർണമായ തിരക്കാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലടക്കം UAEയിലെ എല്ലാ വിമാനത്താവളങ്ങളിലും ഇപ്പോഴുള്ളത്. അതുകൊണ്ട് തന്നെ യാത്രാ തിരക്ക് ഒഴിവാക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും യാത്രക്കാർ പ്രയോജനപ്പെടുത്തണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് വിവിധ വിമാന കമ്പനികൾ നൽകുന്നത്. തിരക്ക് പ്രമാണിച്ച് ഒരു 4 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ വിമാനത്താവളത്തിൽ എത്തിച്ചേരണമെന്ന് വിവിധ വിമാന കമ്പനികൾ യാത്രക്കാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 2 ദിവസങ്ങൾ കൊണ്ട് തിരക്ക് കഴിയും എന്നല്ല, ഇത് ജനുവരി 11 വരെ നിങ്ങൾക്ക് ഈ തിരക്ക് എക്സ്പെക്ട് ചെയ്യാം എന്നാണ് പറയുന്നത്. 34 ലക്ഷത്തോളം ആളുകൾ ദുബായ് വിമാനത്താവളത്തിലൂടെ ഇക്കാലയളവിൽ മാത്രം കടന്നുപോകും എന്നാണ് കണക്കുകൾ. അപ്പോൾ ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്യുന്നവർ കഴിയുന്നതും നേരത്തെ വിമാനത്താവളത്തിൽ എത്തണം. 4 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ എത്തണം എന്നതടക്കമുള്ള എല്ലാ നിർദ്ദേശങ്ങളും വിവിധ വിമാന കമ്പനികൾ നൽകുന്നുണ്ട്. അപ്പോൾ അക്കാര്യം പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിച്ചേക്കുക. ശൈത്യകാല അവധിക്ക് ശേഷം UAEയിലെ സ്കൂളുകൾ ഇന്ന് വീണ്ടും പ്രവർത്തനം ആരംഭിച്ച ദിവസമാണ്. റോഡുകളിലെല്ലാം അഭൂതപൂർണമായിട്ടുള്ള തിരക്ക് നിങ്ങൾക്ക് സ്വാഭാവികമായി തന്നെ ഇതിനകം അനുഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. 2025-26 അധ്യയന വർഷത്തിലെ സെക്കൻഡ് ടേമിലേക്ക് 11 ലക്ഷത്തിലേറെ കുട്ടികളാണ് ഇന്ന് തിരിച്ച് എത്തിയിരിക്കുന്നത്. കിൻഡർ ഗാർട്ടൻ മുതൽ ഗ്രേഡ് 12 വരെയുള്ള ക്ലാസ്സുകളിലെല്ലാം ശൈത്യകാല അവധിക്ക് ശേഷം വീണ്ടും അധ്യയനം പുനരാരംഭിക്കുന്നു എന്നുള്ളതാണ്. അവധി കഴിഞ്ഞെത്തുന്ന കുട്ടികളെ സ്വീകരിക്കാൻ എല്ലാവിധ മുന്നൊരുക്കങ്ങളും സ്കൂളുകളിലും സജ്ജമാക്കിയിരുന്നു. എന്തായാലും ഇനി റോഡുകളിലും തിരക്കുണ്ടാവും. കുട്ടികളെല്ലാം അവരുടെ ശൈത്യകാല അവധിക്ക് ശേഷം സ്കൂളുകളിലേക്ക് വീണ്ടും സജീവമാകുന്ന ദിവസമാണ്. അവർക്ക് എല്ലാവിധത്തിലുള്ള ആശംസകൾ അറിയിക്കുകയാണ്. ദുബായ് ഗ്ലോബൽ വില്ലേജിലെത്തുന്ന സന്ദർശകർക്ക് പ്രയോജനം ചെയ്യുന്ന ക്ലോസർ ടു യു പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ് GDRFA. ഫെബ്രുവരി 5 വരെ ഏകദേശം 1 മാസത്തോളം നീണ്ടുന്ന ഒരു ക്യാമ്പയിനാണ് GDRFA ഗ്ലോബൽ വില്ലേജിൽ സന്ദർശകർക്കും മറ്റ് ആളുകൾക്കുമായിട്ട് ഒരുക്കുന്നത്. വിവിധ സർക്കാർ സേവനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അടുത്തറിയാനും അതിനെക്കുറിച്ച് പരമാവധി അന്വേഷണങ്ങൾ നടത്താനും ഒക്കെ കഴിയുന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് പ്രത്യേക പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാവും. എൻട്രി പെർമിറ്റ്, ഗോൾഡൻ വിസ സേവനങ്ങൾ, ഐഡന്റിറ്റി, നാഷണാലിറ്റി സേവനങ്ങൾ, വർക്ക് പെർമിറ്റ് സേവനങ്ങൾ, കുട്ടികൾക്കായിട്ടുള്ള പാസ്പോർട്ട് കൺട്രോൾ ഇല്ലേ അതുപോലെ തന്നെ 04 പ്ലാറ്റ്ഫോം, റെഡ് കാർപ്പറ്റ്, കോറിഡോർ, ഹാപ്പിനെസ് കാർഡ് തുടങ്ങിയവ മനസ്സിലാക്കാനും ഉദ്യോഗസ്ഥരുമായിട്ട് നേരിട്ട് സംവദിക്കാനും നിങ്ങൾക്ക് ഈ ക്യാമ്പയിൻ വഴി സാധിക്കും എന്നുള്ളതാണ്. ഇത് സാധാരണ നമ്മളൊരു ഓഫീസിലെത്തി കാര്യങ്ങൾ തിരക്കുന്നത് പോലെയല്ല. അപ്പൊ കുട്ടികൾക്ക് കൂടി കൂടുതൽ ആകർഷണീയമാകുന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇന്ററാക്റ്റീവ് പ്രോഗ്രാംസും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. നമുക്ക് ചില സമ്മാനങ്ങളൊക്കെ നേടാനുള്ള സംവിധാനങ്ങളൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ദുബായ് ഗ്ലോബൽ വില്ലേജിൽ എത്തുന്നവർ വിവിധ സർക്കാർ സേവനങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിർബന്ധമായും GDRFAയുടെ ക്ലോസർ ടു യു ക്യാമ്പയിൻ പ്ലാറ്റ്ഫോം സന്ദർശിക്കുക. നമ്മുടെ കുട്ടികളെ കൂടി കൂട്ടുക. സർക്കാർ സേവനങ്ങളെക്കുറിച്ച് കൂടുതൽ അടുത്തറിയാൻ അവർക്കും കഴിയുന്ന തരത്തിലേക്ക് സംവിധാനങ്ങൾ മാറട്ടെ.